പിന്നെ അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ അവിയലാണ്. സദ്യക്ക് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണല്ലോ അവിയൽ. അപ്പോൾ ആദ്യം ഒരു കുക്കർ എടുത്ത് വെക്കുക. പിന്നെ കുക്കറിൽ ഉണ്ടാക്കുകയാണ്. കുക്കറിൽ ഉണ്ടാകുമ്പോൾ പെട്ടെന്നായി കിട്ടും. നമ്മൾ പിന്നെ സമയമുള്ളവർക്ക് ചട്ടിയോ അങ്ങനെയൊക്കെ എടുത്തിട്ട് വെക്കാം. പക്ഷെ ഇന്നിപ്പോൾ ആർക്കും സമയമില്ലല്ലോ, പെട്ടെന്നായി കിട്ടണമല്ലോ എല്ലാതും. കുറേ കൂട്ടാൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്നാവണമല്ലോ. അതുകൊണ്ട് 3 സ്റ്റൗവും കത്തിച്ച് വെച്ചിട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കുമ്പോൾ. കുക്കറിലാവുമ്പോൾ പെട്ടെന്നായി കിട്ടും. കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം കുക്കറിലേക്ക് ഒരു 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ കഷ്ണം എത്ര എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഇവിടെ ഞാൻ ഒരുപാട് കഷ്ണങ്ങളൊന്നും എടുക്കണില്ലല്ലോ, കുറച്ച് എടുക്കണുള്ളൂ. ആൾ കുറച്ചുള്ളത് കൊണ്ട് ചെറുതായിട്ട് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പച്ചക്കറി ഒരുപാട് പിന്നെ കഴിച്ചു പോവില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പച്ചക്കറി വെച്ചിട്ടാണ് അവിയൽ ഉണ്ടാക്കുന്നത്. ഇനി അതിനാവശ്യമുള്ള ക്യാരറ്റ്, ഒരു 1.5 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, വലുതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ചേന, പിന്നെ അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് പയറുണ്ട്. പയർ നമ്മൾ എടുത്തിട്ടുണ്ട്, ഒരു 3 വലിയ പയറാണ് എടുത്തിട്ടുള്ളത്. 1.5 മുരിങ്ങാക്കായ്. പിന്നെ പഴം ഒരു പഴം എടുത്തിട്ടുള്ളൂ, വീട്ടിലുണ്ടായതാണ്. ചെറിയ പീസ് ചിരങ്ങൻ്റെ കഷ്ണം. ഇത്ര കഷ്ണങ്ങൾ എടുക്കണുള്ളൂ, കുറേ കൂട്ടുന്നില്ല. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, പിന്നെ അതിൽ ആവശ്യമുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു 2 സ്പൂണ് വെള്ളം ഒഴിക്കുക. ഇനി അത് പോരാൻ തോന്നുന്നവർക്കൊരു 4 സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വേണമെങ്കിൽ 2 സ്പൂണ്, നമ്മൾ 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ 2 സ്പൂണും വെള്ളം കൂടി വലിയ സ്പൂണിന് ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ കുക്കർ വെച്ചിട്ട് കുക്കറിൽ മൂടി വെച്ചുകൊണ്ട് പെട്ടെന്ന് വിസിൽ വരണം. അതേ കുറച്ച് സ്പീഡിൽ തന്നെ കത്തിച്ചെടുത്തുകൊണ്ട് വിസിൽ വരണം കേട്ടോ, അല്ലെങ്കിൽ ഉടഞ്ഞു പോവും. ഉടയാതിരിക്കാനാണ് നമ്മൾ പെട്ടെന്ന് വിസിലടിപ്പിക്കുന്നത്. ഒരു പച്ചക്കറിയും ഉടയാതെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി അതിലേക്ക് വേണ്ടുന്ന അരപ്പുകൾ, അത് വെന്ത് വരുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് വേണ്ടുന്ന അരപ്പാണ്. തേങ്ങ എടുത്തിട്ടുണ്ട്, കഷ്ണം എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ തേങ്ങ എടുക്കണം. തേങ്ങ, ചെറിയ ഉള്ളി, നല്ല ജീരകം, പിന്നെ പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ 2 വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറികളൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്, ഒന്നും ഉടഞ്ഞിട്ടില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് പിന്നെ ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇവിടെ ഇല്ലെങ്കിൽ 2 സ്പൂൺ കൂടി വെള്ളം ഒഴിച്ചുകൊണ്ട് വേവിച്ചെടുക്കുക. പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ വെച്ച് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഉള്ള അരപ്പ് നമ്മൾ ഇതിൽ കൂട്ടാം. പിന്നെ ഇതിലേക്കുള്ള അരപ്പാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. തേങ്ങ, ഉള്ളി, ജീരകം, പിന്നെ വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി കൂടി ഇട്ടുണ്ട് കേട്ടോ. ചിലർക്ക് ഇത് തേങ്ങ തട്ടുമ്പോൾ ഗ്യാസ് ആവും വയറിനെന്ന് പറയാറുണ്ട്. അപ്പോൾ അതിനിതും കൂടി നല്ലതാണ്. അത് ഇതിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് പിന്നെ അരിയുണ്ടത്, കാരണം ഞാൻ വല്ലാണ്ട് അരിയാതിരുന്നാൽ കഷ്ണത്തുമ്പിലൊന്നും ഈ ഇത് നമ്മൾ അരപ്പ് പിടിക്കൂല. ഇതിലേക്ക് കറിവേപ്പില ഇടാം. ഇതിലേക്ക് ഒരു 2-3 സ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നോക്കിയിട്ട് തൈര് എത്ര വേണമെന്ന് നോക്കിയിട്ട് ഒഴിക്കുക. ഞാനൊരു 3 സ്പൂണ് തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് ചൂടാക്കി എടുക്കുക. എല്ലാം ഒന്ന്
ചൂടാക്കി വെക്കുക. ഇത് തീ കൂട്ടരുത്, ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് ചൂടാക്കി എടുക്കണം. അപ്പോൾ പെട്ടെന്ന് അവിയൽ റെഡിയാക്കി എടുക്കുക. കുക്കറാണെങ്കിൽ എളുപ്പത്തിൽ പണി ചെയ്യും. ഞാൻ പിന്നെ ഇതൊക്കെ വെച്ചിട്ട് വേഗത്തിൽ ചട്ടിയിലോ എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കാറുണ്ട്. വൈകുന്നേരം വരെ വെക്കുകയാണെങ്കിൽ വേഗം വേഗം കുക്കറിൽ നിന്ന് മാറ്റിയെടുക്കും. പക്ഷെ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടണമെങ്കിൽ കുക്കർ തന്നെ വേണം. കുറേ കറികളൊക്കെ നമ്മൾ ആക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടണമല്ലോ, അല്ലെങ്കിൽ കുറേ സമയം പിടിക്കില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെല്ലെ വെച്ചെടുത്താൽ നമുക്ക് സമയം പോകും. സ്പീഡിലാക്കണമെങ്കിൽ കുക്കറിൽ മെല്ലെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു കുറച്ച്, ഞാനിതിൽ പച്ചമുളക് അരച്ചിട്ടുണ്ടായിരുന്നു, 2-3 പച്ചമുളക് അരച്ചിട്ടുണ്ടാവും. ഒരു ലേശം എരിവിൻ്റെ കുറവുണ്ട്. ഒരു 1/4 ടീസ്പൂണും കൂടി മുളക് പൊടി നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കിട്ടാൻ മതിയിട്ട്. ആ കുട്ടികളെ കഴിക്കുന്നിടത്താണെങ്കിൽ അധികം എരിവ് ആക്കരുത്. ഇപ്പോൾ കുട്ടികൾക്ക് പച്ചക്കറിയൊന്നും അല്ല ഇഷ്ടം. എത്ര സദ്യ ഉണ്ടാക്കിയാലും അവർക്ക് ചിക്കനോ ബീഫൊക്കെ വേണം ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഇതിലേക്ക് റെഡി ആയിട്ടുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പണി. പിന്നെ ഒരു പാത്രത്തിലേക്ക് ചെറിയ കാണിച്ചു തരാം. ഒരു പച്ചക്കറി ഒന്നും വെന്തുടഞ്ഞിട്ടില്ല, നല്ല സൂപ്പർ അവിയലായിട്ടുണ്ട്. ഇതാ ഒരു പച്ചക്കറി ഒന്നും വെന്ത് ഉടഞ്ഞിട്ടോ ഒന്നുമില്ല. കുക്കറിൽ വെച്ചതിൽ നിന്ന് പേടിക്കൊന്നും വേണ്ട. പക്ഷേ ഇത് സൂപ്പറാണ് സംഭവം. പെട്ടെന്നാക്കി എടുക്കണമെങ്കിൽ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് കുക്കറിൽ വെക്കാം, അല്ലെങ്കിൽ നമ്മൾ ചട്ടിയിലൊക്കെ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇത് ചിലർക്കൊക്കെ നല്ല ഇഷ്ടമുള്ളതാണ് അവിയൽ. മറ്റുള്ള കറി ഉണ്ടാക്കണേക്കാളും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും കഴിയും. ഇനി എൻ്റെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ 55 വർഷം മുന്നൊന്നും ഇത്രയധികം ഓണത്തിനൊന്നും പിന്നെ വിഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അന്നൊക്കെ ഭയങ്കര കഷ്ടകാലമുള്ള സമയങ്ങളല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കൂളിൽ ഞാനിപ്പോൾ 1-2 പഠിക്കുന്ന സമയത്ത് കുട്ടികൾ വരുമ്പോൾ അവർ പറയൽ പഴത്തിൻ്റെ കണക്കാണ് പറയൽ. ഇന്ന് പാവപ്പെട്ട ഏത് വീട്ടിലും 1 കിലോയെങ്കിലും പഴം വാങ്ങിയിട്ട് രാവിലെ ചായക്ക് പുഴുങ്ങിയെടുക്കും. അതാണ് അവർക്ക് ഏറ്റവും കിട്ടുന്ന ഒരു ഇത്. കാരണം അന്ന് കൂടുതൽ പാവങ്ങളൊക്കെ ഉള്ളതാണ്. എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുന്ന അമ്മമാരും അച്ഛന്മാരൊക്കെ ആകുമ്പോൾ അവർക്ക് അധികം വിഭവങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഓണം വിഷു ഒക്കെ വരുമ്പോഴാണ് അവർക്ക് ഉച്ചക്ക് ചോറ് തന്നെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ പഴം 1 കൊല കൊണ്ടുവന്ന് അല്ലെങ്കിൽ 2 കൊല കൊണ്ടുവന്ന് ഒരു ഇത് ആരെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ പഴം കൊണ്ടുവന്ന് അതൊക്കെ പറയലാണ്. അല്ലെങ്കിൽ ഒരു ചോറും ഒരു കറിയും എന്തെങ്കിലും കാളം പോലെ പിന്നെ ചേനയും കുമ്പളൊക്കെ വെച്ചിട്ടുള്ളൊരു കറിയൊക്കെയാണ് അവർക്ക് ഉണ്ടാവുക. കാരണം വീട്ടിൽ തന്നെ ഉണ്ടാവും പറമ്പുകളിൽ ഇത് ചേമ്പും ഒക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വെച്ചിട്ട് അവർ ഉണ്ടാക്കും. പുറത്തുനിന്നൊന്നും അധികാരം ഒന്നും കൊടുന്ന് ഉണ്ടാക്കാറില്ല. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇഷ്ടംപോലെ വിഭവങ്ങളായി. ഇപ്പോൾ ഉണ്ടാക്കാനും മടിയായി ആൾക്കാർക്ക്. ഇപ്പോൾ എല്ലാം ഓർഡർ ചെയ്യല്ലേ. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് സുഖം നമ്മൾ വീട്ടിലുണ്ടാക്കി തിന്നുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഇഷ്ടം വരില്ല. എനിക്കൊക്കെ പിന്നെ വീട്ടിലുണ്ടാക്കി തിന്നുന്നതാണ് കേട്ടോ. കൊണ്ടുവരുന്നതിനോട് താല്പര്യമില്ല. നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ എരിവും പുളിയും ഒക്കെ എങ്ങനെ ആവും അതിനനുസരിച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴല്ലേ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇഷ്ടം ഉണ്ടാവുക. പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എത്ര സമയം വൈകിയാലും ഞാനെല്ലാം ഉണ്ടാക്കും. ഒരുപാട് ഉണ്ടാവില്ലെങ്കിലും 1-8 ഇതൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലും ഒന്ന് സദ്യ കഴിക്കണം തോന്നുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറില്ലേ. അപ്പോൾ പെട്ടെന്ന് നമ്മളെല്ലാം 2-3 അടുപ്പത്ത് വെച്ചിട്ട് കുക്കറിൽ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അധികം സമയം വേണ്ട. ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഒരു പിന്നെ 8-9 ഐറ്റങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക.